അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കുമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നമുണ്ടാകും, ഒരു മുറിയിൽ യേശു ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറി പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്, അടുക്കളയിലൊരു പ്രശ്നം, ആ മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് വചനം പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുമായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംഫസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാൻ്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ
വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടി ആയിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പം ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പം ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മളുണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാർ വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ ഉള്ള അവലംബമായിട്ടാണ് അത് വരണത്. ഇനി രസമെന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പോൾ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിൻ്റെ കൂടെ താമസം ആരാണ്? അമ്മയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിൻ്റെ അമ്മ പിന്നെ 2:3 അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ്. ഇങ്ങനെ തീർന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പം പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണത് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും അവൻ്റെ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണത്, ഞാനെന്തിനാണ് ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കണത്? ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കണത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ലോ പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്.
മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവനെ പോലെ തന്നെയായിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥനയിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ പല അനുഗ്രഹങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയണത് അവർ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പ മേടിക്കണ്ട, വിലക്ക് മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവ്യകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു പൗലോസ്. ഞാൻ അങ്കമാലിയിൽ അടുത്തുള്ള അയ്യമ്പഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞു. ഞാൻ OET പഠിച്ചു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് OET ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ OET പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി. പക്ഷേ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് എൻ്റെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്ന് ഒരുപാട് ഡൗൺ ആവും. അപ്പോൾ എൻ്റെ ആൻറ്റിയും എൻ്റെ മമ്മിയും ഭയങ്കര പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോൾ പേടിക്കണ്ട, നമുക്ക് ഇനി എഴുതാലോ, ഞാൻ ആൻറ്റി കൃപാസനത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒരു ഡേറ്റും കൂടി എടുക്ക്, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഒരു മൊഡ്യൂളിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു തവണയും കൂടി എഴുതി. അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് പോയി. എനിക്ക് ആകെ സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അന്ന് നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വാ. എനിക്കങ്ങനെ അറിയില്ല, കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ നീ എൻ്റെ കൂടെ ഒന്ന് വാ, അൽത്താരയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഈ അൽത്താരയിൽ മുമ്പിൽ വന്നിരുന്ന് അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. അമ്മേ, എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം, എൻ്റെ വലിയൊരു സ്വപ്നമല്ലേ, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പക്ഷേ ഉടമ്പടി എടുത്തില്ല. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, വേണ്ട ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ടില്ലേ, നമുക്ക് മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എക്സാം, എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു UK-ന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ ഒരു തവണ കൂടെ എഴുതുക, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം, അവളുടെ ചേച്ചി അവിടെയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആടി ഞാനന്ന് ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടമ്പടി എടുക്കാതെ ഞാൻ ഒരു തവണയും കൂടെ എഴുതി. അപ്പോഴും സെയിം മൊഡ്യൂളിന് തന്നെ ഞാൻ പിന്നെയും പോയി. ഭയങ്കര സങ്കടമായിപ്പോയി, വളരെയേറെ തകർന്നു പോയി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ വരാം, വന്ന് ഉടമ്പടി നീ എന്തായാലും എടുക്കണം, ആൻറ്റിയും വരാം, ആൻറ്റി പറഞ്ഞു തരാം, കൂടെ ഇരിക്കാം, മമ്മീനെയും കൂട്ടി. എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാത്രി ഇന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി എല്ലാം രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. എൻ്റെ OETയുടെ ഓരോ മൊഡ്യൂളും ഞാൻ മാതാവിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും. മാതാവിന് ഒരു കത്ത് എഴുതും, മാതാവ് ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കണം കേട്ടോ, ഇനി ഞാൻ എഴുതില്ല, ഇനി എനിക്ക് പറ്റില്ല എഴുതാൻ, എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറും, ഞാൻ വെറുതെ ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു.
എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ വന്നു. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂട്ടിന് ആരുമില്ല, ഞാൻ ആകെ തന്നെ വന്ന് പരീക്ഷ എഴുതി. മാതാവിനോട് ചോദിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് ഹാളിൽ ചെന്നപ്പോൾ ആകെ പേടി, വിറയൽ. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, അതുപോലെ തന്നെ തൈലവും തന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി. കയ്യിൽ ഞാൻ ഉപ്പ് കെടാൻ പറ്റില്ല, അപ്പം ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കയറുന്നതിന് മുമ്പ് ആ ഹാളിൻ്റെ അവിടെ ചെറിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, എന്നെ വിജയിപ്പിക്കണം, എൻ്റെ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ കൂടെ വരണം എന്ന് പറഞ്ഞ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പരീക്ഷ എഴുതി. റീഡിങ് എനിക്ക് ഭയങ്കര പാട്, ലിസണിങ് കേൾക്കാൻ പറ്റണില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാനത് എഴുതി. പക്ഷെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര അമ്മ പറഞ്ഞു തരും പോലെ എനിക്ക് തോന്നി. സ്പീക്കിംഗ് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും. അത് കഴിഞ്ഞ് ഞാൻ എഴുതി വന്നു. അപ്പോഴും ബൈബിളൊക്കെ വായിച്ച് ഞാൻ സമർപ്പിച്ച് എന്നെപ്പോലെ ആ ഹാളിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം അവർ പബ്ലിഷ് ചെയ്തില്ല, അത് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. ആകെ സങ്കടമായി. അമ്മ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ അമ്മയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ അമ്മയെ വിത്ത് ഹോൾഡ് ചെയ്ത്? അപ്പം ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ചിലപ്പോൾ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ തോറ്റുകൊണ്ടായിരിക്കും വിത്ത് ഹോൾഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തല്ല, അങ്ങനെ എന്നെ തോൽപ്പിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളുടെ ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ 2-3 പേരുടെ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഒന്നും എൻ്റെയും വന്നിട്ടില്ല. അപ്പോൾ ആകെ സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു. എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. മെയിൽ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു റൂമിൽ പോയി ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കാശുരൂപം സമർപ്പിച്ച് മെയിലിൽ വെച്ച് ഞാൻ മെയിൽ തുറന്നു. അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ പപ്പയും മമ്മിയുടെ ഒക്കെ സന്തോഷം എനിക്കപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹം. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വന്നത്. റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, ആരെയും എടുക്കണില്ല. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോൾ എല്ലാം സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്താ അമ്മ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അയർലൻഡ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു നീ വിസ്ത ഏജൻസിയിലൊന്ന് കൊടുത്തു നോക്കുക, അവിടെ പിള്ളേരെ എടുക്കുന്നുണ്ട്, നീ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പ എന്നോട് പറഞ്ഞപ്പോൾ പപ്പ അയർലൻഡിന് ഇനിയും കാശാവില്ലേ, വേണ്ട പപ്പ ഞാനിപ്പോൾ കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ വല്ല സൗദിയൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെ പപ്പ സമ്മതിച്ച് കാശ് നോക്കട്ടെ, നീ പൊക്കോ, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുത്തപ്പോഴും ആ വിസ്ത ഏജൻസിക്ക് കാശ് കൊടുക്കണം ആ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിലുള്ളതെല്ലാം നുള്ളി പറിക്കാൻ ഞാൻ തരണേ. ഇനി എൻ്റെ കയ്യിൽ അങ്ങനെ പപ്പനോട് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. പപ്പ ഒരു കർഷകനാണ്, രാപകലില്ലാതെ കഷ്ടപ്പെടുക, എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ഒരു വഴി എനിക്ക് ഇവിടെ തുറന്നു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്നെ പോലെ തന്നെ എന്തോരം കെട്ടിക്കിടക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എന്നെ സെലക്ട് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി വന്നു, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അയർലൻഡിലോട്ട്, സ്ക്രീനിങ് ഉണ്ട്, മോള് വരുമോ പേപ്പർ അയക്കുമോ എന്ന് വെച്ചു. അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പം ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അയച്ചു. അവരെന്നെ സ്ക്രീനിങ് ടെസ്റ്റിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിങ് ടെസ്റ്റിൽ എന്നെ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് മെയിൻ ഇൻ്റർവ്യൂ ഹോട്ടൽ മെറിറ്റിൽ വെച്ച്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ്, വെൽ പ്രിപ്പയർ ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത്ര വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല. അത്ര ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രത്യക്ഷീകരണ ബുക്കിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ വായിച്ച് നോക്കുക, എന്തെങ്കിലും പഠിക്കുക. അപ്പം നമുക്ക് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ ഇറങ്ങിയ എല്ലാ പിള്ളേരും ഇൻ്റർവ്യൂവിന് ഫെയിലായി എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് പറയണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആദ്യത്തെ സ്ലോട്ട് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരട്ടെ, അപ്പോഴും അത് കഴിഞ്ഞിട്ട് നീ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് കയറി. എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തന്നാൽ മതി, വേറെ ആരും വേണ്ട, എനിക്ക് അവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലോ അമ്മ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
എൻ്റെ ചില ആൻസറുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മാഡം എൻ്റെ ആൻസർ കേട്ടിട്ട് തിരിഞ്ഞിരുന്നു, ആ കസേരയും കൊണ്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താ. പക്ഷെ ഞാൻ അവിടെ കാശ് രൂപം, എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഉപ്പും ഞാൻ അവിടെ വിതറിയിട്ട് പോയി. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞൊരു മെയിൽ വന്നു, ഞാൻ പാസ്സായി, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് എക്സാം ഫീസ് പോലും അടയ്ക്കേണ്ട വന്നില്ല, അതെല്ലാം അവർ തന്നെ എടുക്കണേ. പിന്നെ അതിനു വേണ്ടി ഞാൻ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ, ഞാനായിട്ട് ഡ്യൂട്ടിക്ക് കയറി. പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെ പോയി. പിന്നെ എനിക്കൊരു പോകേണ്ട സമയമായി. ഇപ്പോൾ DL പുതുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ DLന് വെച്ചു. DLന് വെച്ചപ്പോൾ എനിക്ക് 2 പ്രാവശ്യം റിജക്ഷൻ വന്നു ഒരു പേപ്പറിൻ്റെ കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങും, എത്രയും പെട്ടെന്ന് DL വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്ര വരെ എത്തിയില്ല, ഇനി ഇതും എന്നെ സഹായിക്കണം, മാതാവ് കൈവിടരുത്, എനിക്ക് വേറെ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3ാമത് വെച്ചപ്പോൾ അമ്മ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വിസയ്ക്ക് വെച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വെക്കുക കേട്ടോ, അമ്മ തന്ന സമ്മാനമാണ്, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് അമ്മയോട് വിസയ്ക്ക് വെച്ചു. അതെന്നെ ലാസ്റ്റ് 2-3 ദിവസമായിപ്പോൾ പിന്നെ എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ എക്സാം ഡേറ്റ് എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എല്ലാം ചെയ്തു, അവസാന നിമിഷം എൻ്റെ പരീക്ഷയ്ക്കെത്തിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒന്നും കൂടെ എൻ്റെ DL ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എക്സാം ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ജനുവരി 19 എൻ്റെ സ്വപ്ന നാടായ അയർലൻഡിലോട്ട് പോവുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ജനുവരി 24, 25 എൻ്റെ പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. അമ്മ എന്നെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായാലും അമ്മ എന്നെ വിജയിപ്പിക്കും. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക്, അതായത് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലാണ് നിന്നിരുന്നത്. അപ്പോൾ സർജറിക്ക് പോകും മുമ്പ് രോഗികളുടെ ആ ഒരു വേദന, അതായത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള അവരുടെ നിരാശയും കുടുംബത്തിൻ്റെ നിരാശ മുഴുവൻ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മ ഒന്ന് കൂടെ പോകണം, ആ കുടുംബത്തെ അമ്മ രക്ഷിക്കണം എന്ന് അമ്മയോട് പറയാറുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കും. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയാൽ പോലും ഞാൻ പറയും, സഞ്ചാരി മാതാവേ അമ്മ ഒന്ന് കൂടെ പോകണം കേട്ടോ, ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും ആ വണ്ടിയിലുള്ളത്, അമ്മ കൂടെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിടി, എനിക്ക് അങ്ങനെ അനുഗ്രഹം തന്നതാ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു ഹിന്ദുവായി എൻ്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറഞ്ഞവൾ ഹിന്ദുവാണ്. അവൾ ഞാനിങ്ങനെ എടുത്തിട്ടാടി എനിക്ക് ഒഴിച്ച് കിട്ടിയത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ എൻ്റെ എവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ കാശ് രൂപം കൊന്തയില്ലാതെ ഞാൻ പോവാറില്ല. അമ്മയോട് പറഞ്ഞിട്ടാണ് പോണത്, പേടി മാറ്റിത്തരണം, എൻ്റെ കൂടെ അമ്മയുള്ളൂ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, അവിടെ ചെന്നിട്ട് ഒരു നല്ല കാലാവസ്ഥ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഞാൻ പിന്നെ പള്ളിയിൽ പോയി പറ്റുമ്പോൾ, ഇപ്പം നൈറ്റാണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാറില്ലെങ്കിലും ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, പത്രങ്ങൾ കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഇപ്പം പള്ളി പോവാതിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അനുഗ്രഹം വലുതാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ, ഞാൻ നടുവട്ടത്തു നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. 2 വർഷമായിട്ട് അയർലൻഡിലാണ്. ഇപ്പോൾ നേഴ്സായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. സാധാരണ എല്ലാ നഴ്സുമാരെ പോലെ നാട്ടിൽ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. OET ആണ്, എല്ലാവരും പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും. 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. എക്സാം എഴുതാനുള്ള കോൺഫിഡൻസോ അങ്ങനെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ അങ്ങനെ പറയാനും കേട്ടെഴുതാനുള്ളതോ അങ്ങനെയുള്ളൊരു ഗ്രാസ്പിംഗ് പവറൊന്നും എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി പഠിക്കും. പിന്നെ എക്സാം എഴുതൂല്ല, പൈസ കൊണ്ടുവന്ന് കളയും. പിന്നെ ആ മോഹങ്ങളെല്ലാം കളഞ്ഞ് ഔചാരിതമായിട്ട് കെയർ ഗീവറായിട്ട് അയർലൻഡിലേക്ക് പോകാനായിട്ട് പരിശുദ്ധമ്മ വഴി ദൈവം എനിക്കൊരു അവസരം നൽകി. അതിനുശേഷം അവിടെ ചെന്ന് നമ്മൾ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്താലും നേഴ്സാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും OET അത് ഭയങ്കര വലിയ കടമ്പയാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എല്ലാവരും എഴുതുകയല്ലേ, എങ്കിൽ ഞാനും ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് പാസ്സാവണം, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല
എന്തൊക്കെ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലാം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുജത്തി വീട് പണിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ കൃപാസനത്ത് വന്ന് അവൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവളുടെ വീട് പണിയെല്ലാം കഴിഞ്ഞത്. ആ ടൈമിൽ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ ടൈമിലാണ്. ഞാൻ പറഞ്ഞു, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നീ കൃപാസനത്ത് പോയി എന്തിനാ ഉടമ്പടി എടുത്ത്, അതെല്ലാം ദൈവം സമയമാകുമ്പോൾ തരുമല്ലോ എന്ന്. അതെല്ലാം ഞാൻ മറന്ന് OET എക്സാമിൻ്റെ ആ ടൈമിലാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ചും മാതാവിൽ മാധ്യസ്ഥം വഹിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എന്നെയും കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമല്ല എന്നറിഞ്ഞിട്ടും ഞാൻ പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അയർലൻഡ് സ്കോറിൽ ഞാൻ പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. തിരിച്ചുപോയി. അതിലും വലിയൊരു കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഒത്തിരി പേർക്ക് അറിയാം, ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 14 സ്റ്റേഷനാണ്. അതിൽ 12 സ്റ്റേഷനും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 2 സ്റ്റേഷൻ ഞാൻ പാനിക്കായിപ്പോയി. എൻ്റെ അസസേഴ്സ് പറഞ്ഞു, യു ആർ ഗോയിങ് ടു പാനിക്, എക്സാം പിന്നീട് അതിൽ എഴുതാം, നിങ്ങൾ 10 മിനിറ്റ്സാണ് നമുക്കൊരു സ്റ്റേഷനുള്ളത്. പക്ഷേ എല്ലാ സ്റ്റേഷനിലും കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഓരോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇടുമായിരുന്നു. ഞാൻ എന്താണ് ആ 2 സ്റ്റേഷനിൽ പറഞ്ഞതെന്നോ ചെയ്തതെന്നോ എനിക്കിപ്പോഴും ഓർമ്മയില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലും ആ എക്സാം പാസ്സായി. ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി സാക്ഷ്യം ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ജോലി കിട്ടിയിട്ട് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ ഞാൻ തിരിച്ചുപോയി 1-2 എക്സാം ഇൻ്റർവ്യൂസ് പാസ്സായി. പക്ഷെ എല്ലാം പാനലിലാണ് കിടക്കുന്നത്. എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല. ഇവിടുന്ന് പിന്നീട് ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് ഒത്തിരി CV ഞാൻ അയച്ചു. പക്ഷെ ആരും വിളിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അതിൽ അവിടുത്തെ കുറച്ച് നിയമങ്ങളനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല, പെർമിറ്റ് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത് ഒത്തിരി ദൈവം അനുഗ്രഹിച്ച് ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരികയാണ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. 10 മിനിറ്റ് എന്നുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഇൻ്റർവ്യൂ. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, കുഞ്ഞുമോളെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. പിന്നീട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു നഴ്സിംഗ് ഹോമാണ്. അതും 35 സിസ്റ്റേഴ്സിനെ ആണ് അവിടെ റെസിഡൻസ് ആയിട്ടുള്ളത്. ദൈവം ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കാത്ത സാലറി, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ്മ വഴി. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്നെ ഇതുവരെ ദൈവം നടത്തി. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി വിസയ്ക്ക് വെക്കാമെന്ന്. വിസയ്ക്ക് വെച്ചു. ഞാൻ വിസയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക. അതും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ അത് സാധിക്കും, അത് വിസ അടിക്കുമെന്നും അവരെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ സമയത്ത് വരാനാണ് ഞാൻ വിചാരിച്ചത്. അതിനു മുമ്പ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരികയും എനിക്കൊരു സർജറി നടത്തുകയും ബയോപ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ വെളുപ്പിന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം മാതാവിൽ ഏൽപ്പിക്കുക, പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കോളും. പിന്നീട് ബയോപ്സി റിപ്പോർട്ട് വന്നു, എല്ലാം നെഗറ്റീവാണ്. എല്ലാം ദൈവത്തിന് ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാനായിട്ട് പത്രം കൊണ്ടുപോയി, ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി. അവിടുത്തെ ഇംഗ്ലീഷ് മാസമാണ്, എല്ലാ ദിവസവും എനിക്ക് കൂടാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇപ്രാവശ്യം ഇന്ന് വന്നത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് കൊടുക്കും. പിന്നീട് എനിക്ക് എല്ലാ ദിവസവും ചില സമയങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ചില സമയത്ത് മടി പിടിച്ച് കിടക്കും. ചില സമയങ്ങളിൽ കുർബാനയ്ക്ക് ഇന്ന് തണുപ്പല്ലേ പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കറക്റ്റ് ഒരു 9:30-10 മണിക്കൊക്കെ അവിടെയൊക്കെ കുർബാനയ്ക്ക് പോയാൽ മതി. പക്ഷേ ഒരു 9:15-9:30 ആകുമ്പോഴേക്കും പെട്ടെന്ന് ചാടി എണീറ്റ് പള്ളിയിൽ പോകാനും കുമ്പസാരം നടത്താനും എല്ലാ ദിവസവും സാധിക്കും. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഴ്സിംഗ് ഹോമിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും.
എന്നും അവിടെ കുർബാനയുണ്ട്. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടി തരാതിരിക്കാൻ പരമാവധി അപ്പോഴെൻ്റെ അഡോൺ പറഞ്ഞത്, നീ ഞായറാഴ്ചയും ഡ്യൂട്ടിക്ക് വന്നോ, നിനക്കിവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടല്ലോ, കുർബാന കൂടാം, അവിടെ ആർക്ക് വേണമെങ്കിലും കുർബാന കൂടാം, അവിടെ സ്റ്റാഫിനായാലും എല്ലാവരും സിസ്റ്റേഴ്സാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട്. അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് മുടക്കം വന്നിട്ടില്ല, കുമ്പസാരത്തിന് മുടക്കം വന്നിട്ടില്ല. എല്ലാം എൻ്റെ ദൈവത്തിലേക്ക്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിലൊടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രസധന ശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവം അനുഗ്രഹിക്കുന്ന ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ആത്മീയ ജീവിതം ചില സമയങ്ങളിൽ തകർന്നു പോയാലും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, അതിലുപരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ കൺമുന്നിൽ കാണാം. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. 2-3 കാര്യങ്ങളെ എനിക്കിവിടെ പറയാൻ പറ്റും. പിന്നെ ഒത്തിരി ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് കോപിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. ഇപ്പം അതൊക്കെ പരമാവധി ഒരു പകുതിയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നും പണ്ടൊക്കെ ബൈബിള് നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുക, നീ വായിക്കി, ഞാൻ വായിക്കി, കുട്ടികളോടായാലും നീ വായിക്കി. പക്ഷേ എന്നും ബൈബിൾ വായിക്കാനും ബൈബിൾ എഴുതാനും പുതിയ നിയമം എഴുതി കംപ്ലീറ്റ് ചെയ്യാനും പഴയ നിയമം എഴുതി തുടങ്ങി ഒരു ഭാഗം ആക്കി തീർക്കാനൊക്കെ പരിശുദ്ധ അമ്മയാണ് മാധ്യസ്ഥം വഴി എനിക്കിതെല്ലാം നന്ദി. ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത ദിവസമാണ്. ഞാൻ മാർച്ചിൽ 6-ാം തീയതിയാണ് 2025 ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് പോവാറാണ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ MSW 2023 കംപ്ലീറ്റ് ചെയ്തതാണ്. ആ സമയം തുടങ്ങി ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2023 ഞാൻ MSW കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ഞാൻ UK വേണ്ടിയിട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറായിരുന്നു അതൊരു വർക്ക് വിസ തന്നെയായിരുന്നു. ഞങ്ങളതിന് അപ്ലൈ ചെയ്തു. പക്ഷേ ഞങ്ങളതൊരു സ്കാമിൽ പെട്ട് ഞങ്ങളുടെ പൈസ എല്ലാം നഷ്ടമായി. അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് എൻ്റെ കുറേ സമയവും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സംഭവത്തിലോട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനിയും ഒരു സ്കാമിൽ പെട്ടതിനാൽ ഇനിയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി കയറി. ലാസ്റ്റ് ഒരു 10 മാസം മുൻപ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അതിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം തന്നത്. ഹസ്ബൻഡ് ഇതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആൾക്കൊരു വർക്ക് വിസ വന്ന ആൾ പോർച്ചുഗലിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരണ ഉണ്ടായത് എനിക്ക്. ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്നോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു, പ്രോപ്പറായിട്ട് ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കേണ്ടത് അതിലും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്തു. എക്സാം എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഉപ്പിട്ടും എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പും ഫെയിലായി പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ. എന്നിട്ട് ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. ജർമ്മൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 30-45 ദിവസമൊക്കെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വർക്ക് വിസ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ലൂർദ് മാതാവുണ്ട്. നമ്മുടെ 13ാമത്തെ കൗണ്ടറിലിരിക്കുന്ന പോലെ തന്നെ ഒരു ലൂർദ് മാതാവ് എൻ്റെ വീട്ടിലുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി
എൻ്റെ മനസ്സിലിങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് എഴുതാൻ ഒരു പ്രചോദനം എനിക്ക് തന്നു. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ എഴുതി, മാതാവേ എനിക്കൊരു വർക്ക് വിസ തരണം. ഇപ്പം ജർമ്മനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞാനൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോവുക. പിന്നെയും ഒരു 3 years പഠിച്ച് പിന്നെ ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമാവാണ്. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെയെല്ലാം മനസ്സിൽ അത്ര പ്രഷറും എല്ലാം ഉണ്ട്, എനിക്ക് സ്ട്രെസ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി, എനിക്ക് വർക്ക് വിസ വേണം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കണം. ഞാൻ എൻ്റെ മെറിറ്റ് അവിടെ വെച്ചു. എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറിൽ ആ മെസ്സേജ് എഴുതി മാതാവിന് മുമ്പിൽ വെച്ചു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾ വിചാരിക്കണം ഇതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എൻ്റെ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് പ്രത്യാശയ്ക്കും വകയുണ്ടെന്നുള്ള രീതിയിലുള്ള മെസ്സേജസാണ് എപ്പോഴും എനിക്ക് ബൈബിൾ ത്രൂ കിട്ടാറ്. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈശോയുടെ കൈയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എപ്പോഴും ഈശോയുടെ ആണിപ്പടുത്തുള്ള കഴിയും, ആ കൈയ്യേക്ക് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തുറക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ആ നിമിഷത്തിൽ വിഷമിക്കുന്ന കാര്യം എന്താണോ എന്നുള്ളത് എനിക്ക് ആ ബൈബിൾ വചനത്തിലൂടെ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ജർമ്മൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മൊത്തം മരിച്ചവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഫാദേഴ്സിന് വേണ്ടിയിട്ട്, വൈദികരാവുന്നവർക്ക് വേണ്ടിയിട്ട്, പുരോഹിതന്മാർക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കൊന്തകളും സമർപ്പിച്ചിരുന്നത്. ഞാൻ 4 കൊന്തയൊക്കെ എത്തിച്ചിരുന്നു. ആ ടൈമിൽ ഈസ്റ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് കൊന്ത കുരിശിൻ്റെ വഴി എല്ലാവരും ഞങ്ങൾ 3 മണി നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അതും കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും. അങ്ങനെ ആ പ്രേയേഴ്സൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2:30-2:45 ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ 2023 ലാസ്റ്റ് 24 1 ജനുവരിയിലേക്ക് ഒരു ചേട്ടൻ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ MSW കഴിഞ്ഞ സമയത്ത് ആ ചേട്ടൻ അയർലൻഡിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുന്ന ചേട്ടനായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, സോഷ്യൽ വർക്കേഴ്സിന് ഇപ്പോൾ അവരെ എടുക്കുന്നില്ല, നേഴ്സുമാർക്ക് മാത്രമാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ CV അയച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വിളിച്ചു അന്വേഷിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ഫോണാണ്, 2 പേരുടെയും കോൺടാക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച 1 മാസം ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ആ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഒരു 2:30-2:45 സമയത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ലിനറ്റ് ഇപ്പോഴും അവിടെ നാട്ടിലുണ്ടോ, ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനുള്ള വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും അത്രമാത്രം ഹാപ്പി ആയിരുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, എവിടെയും ഒരു CV പോലും ഞങ്ങൾ കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അവർ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് 1-2-1 അങ്ങനത്തെ ഒരു ഡേറ്റ് കിട്ടുമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡിസംബറിലാണ് അപ്പം എനിക്ക് എൻ്റെ വിസ അടിച്ച് വന്നത്. അതാണ് ഈ 1-2 എന്നുള്ള ഡേറ്റ് എനിക്ക് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ സമയങ്ങളിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് ഞാൻ കുറച്ച് 1.5-2 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലില്ല. ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിലൊക്കെ കൂടിയാണ് എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ പലപ്പോഴും ഈ ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവാത്തതും എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സും കാരണം ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ കരയും. അത് ഞാൻ ആഗ്രഹിച്ചിട്ട് കരയുന്നതല്ല, എൻ്റെ മനസ്സിലുള്ള പെയിൻ കാരണം ഞാൻ കരഞ്ഞു പോകുന്നതാണ്. ആ ടൈമിൽ അങ്ങനെ കരഞ്ഞ് ഞാൻ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ 2 ദിവസത്തിൽ തന്നെ എനിക്ക് കാവൽ മാലാഖമാരെയാണ് സ്വപ്നം കാണാൻ കഴിഞ്ഞത്.
അതിനുശേഷമുള്ള ദിവസം ഇങ്ങനെ ഞാൻ എന്നാണോ ബൈബിൾ തുറന്ന് കരഞ്ഞിട്ടുള്ളത് ആ ദിവസങ്ങളിലൊക്കെ ബൈബിൾ തുറന്നിരിക്കണ എൻ്റെ ബാക്കിൽ മാതാവ് നിന്ന് പ്രാർത്ഥിക്കണതാണ് എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മെയ് മാസം തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം എൻ്റെ ഫാമിലി ആരും നാട്ടിലില്ല. ഹസ്ബൻഡാണ് എനിക്ക് 2-3 മാസം ലീവിന് വന്ന സമയത്ത് കൂട്ടുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ച് അതിനെ പറ്റിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ആ ദിവസങ്ങളിൽ അച്ഛൻ മാതാവ് വഴി എനിക്ക് മെസ്സേജ് തന്നിരുന്നു, ഇങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആത്മധൈര്യത്തോടെ ഇതിനെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മെസ്സേജ് ആ ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ദിവസവും സാക്ഷ്യം കാണാമായിരുന്നു. ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കാണുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ചർച്ചിൽ വരണ ഒരു ചേച്ചി സാക്ഷ്യം പറയണത് കണ്ടു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ആ സാക്ഷി എടുത്ത് കേൾക്കണേ. അപ്പോൾ ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ്, ആ ചേച്ചി കുറച്ച് പേപ്പർ വർക്കിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വില്ലേജ് ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രസൻസ്, മാതാവ് ആളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഈ സെയിം ചേച്ചിനെ തന്നെ ഞാൻ കണ്ടു, ഈ ചേച്ചീനെയും ചേട്ടനെയും. അപ്പോൾ ഞാൻ അവരോട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോയത്. ഞാൻ ഇന്നലെ സാക്ഷ്യം കണ്ടിരുന്നു, മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല, അമ്മേനെ കണ്ട ആളാണല്ലേ, അങ്ങനെയാണ് എൻ്റെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പേടിക്കേണ്ട നീ. അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പേടിക്കേണ്ട. എൻ്റെ മേത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം എന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ ഹോസ്റ്റലിലെത്തി. ഞാൻ 5:30 എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തിരികെ എത്തിക്കാൻ ആ ടൈമിൽ പറ്റില്ല, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട്. ഞാനപ്പോൾ 7:30 കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി ബ്രെഡും തിരികെ എത്തിച്ചിട്ട് രണ്ടാമത് ചൊല്ലും. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചെയറും അതുപോലെ തന്നെ ഫുഡിങ് ടേബിളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചുമര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഡെയിലി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ്. അന്നത്തെ ദിവസം ആ ചേച്ചിനെ കണ്ട് ആ ചേച്ചിയുടെ ബ്ലെസ്സിങ്ങും കിട്ടി. എന്നോട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം, അത് നീ മുടക്കരുത്. അങ്ങനെ ചൊല്ലി അന്ന് ഞാൻ ലൈറ്റ് കത്തിച്ച് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഞാനിപ്പോൾ ഫോട്ടോ സിസ്റ്ററിനെ എല്ലാം കാണിച്ചിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ആനന്ദം എനിക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സന്തോഷം എന്നല്ല സന്തോഷം. അന്ന് മാതാവിനെ കണ്ടതോടുകൂടി എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് കുർബാന ഉയർത്തുന്ന സമയത്തും തിരുരക്തം ഉയർത്തുന്ന സമയത്തും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം എനിക്ക് കുർബാനയിൽ സുഗന്ധാഭിഷേകം ലഭിച്ചിരുന്നു. ഞാൻ ഈ ഫോട്ടോ എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഫാമിലിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു, ഒത്തിരി അല്ല ഫാമിലി. അപ്പം എന്നോട് ഫേക്കാണോ ഇതെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. ഇത് ഫേക്കാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു ഉത്തരമാണ് എൻ്റെ ഈ സാക്ഷ്യം. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ സെലക്റ്റഡായി. രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് ശേഷം രണ്ടാമത്തെ ഇൻ്റർവ്യൂ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കുണ്ടായത്. ആ സമയത്ത് എല്ലാ ദിവസവും ഞാൻ 1 നേരം ഉപവസിച്ചിരുന്നു. എന്നെ മാംസവർജനം നടത്തിയിരുന്നു. ഫിഷൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നത് ആഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസത്തിൻ്റെ അന്നാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതും കിട്ടിയതും മാതാവിൻ്റെ ദിവസങ്ങളിലാണ്. അതിനുശേഷം ഞാനിവിടെ റാലിക്ക് വന്ന് പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പാസ്സായി. പെർമിറ്റ് വന്നതിലും ഈ പറഞ്ഞോണം തടസ്സം തന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലും. വന്ന പെർമിറ്റിൽ ലൊക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുൻപേ ഞാനാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ആയത്. ബാക്കി കമ്പാരിറ്റീവ് എല്ലാവരും പിന്നീടാണ് ഇൻ്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പേപ്പർ വെച്ച എൻ്റെ പെർമിറ്റ് ലേറ്റായി. അതിൽ ഒരു ലൊക്കേഷനിൽ ചേഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പെർമിറ്റ് ശരിയാക്കി തരണം എന്നുള്ളത്. ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പ്രാർത്ഥിച്ചു.
ഒക്ടോബർ 31 എനിക്ക് എൻ്റെ പെർമിറ്റ് കറക്റ്റാക്കി മാതാവ് എനിക്ക് തന്നു. അന്ന് തന്നെ ഞാൻ VFSൽ ഡേറ്റ് എടുത്തു. നവംബർ 3 ഞാൻ വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞു. ഇവിടെ ഡിസംബർ 7 മാതാവിനെ തൊട്ട് മുത്താനുള്ള അവസരത്തിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഡിസംബർ 8 എൻ്റെ ബർത്ത്ഡേ ആണ്. അമലോത്ഭവ മാതാവിൻ്റെ ദിവസമാണ് എൻ്റെ ജനിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കും പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 9 എൻ്റെ വിസ അടിച്ചു. ഡിസംബർ 10 എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി. ഈ ജനുവരി 8 ഞാൻ അയർലൻഡിലേക്ക് പോവാണ്. മാതാവാണ് എനിക്ക് വഴി തുറന്നു തന്നത്. ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉടമ്പടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു കുട്ടിയായിരുന്നു. എൻ്റെ ഫാമിലി ഭയങ്കര പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും പൂർണ്ണ പങ്കാളിത്തം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെയാണ് ഈ കൃപാസനം എന്നുള്ള സ്ഥലം ഇത്രത്തോളം വളർത്തിയത്. ഉടമ്പടിക്ക് ശേഷമാണ് നിത്യജീവിതത്തിനെ പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം എനിക്കൊരു സക്സസ്ഫുൾ വുമൺ ആവണം എന്നല്ല, എനിക്ക് ഈശോയുടെ അടുത്തെത്തണം, ഈശോയുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി ലക്ഷ്യം. എല്ലാവരും ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ കാര്യം സാധിച്ചോ എന്നാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ മാതാവിനെയോ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് ഈ കൃപാസനം വഴി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ഞാൻ ഡയാലിസിസ് പേഷ്യൻസിന് പോയി കാണാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഓഫണേജസിൽ പോകാറുണ്ട്. അവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാരുടെ അടുത്തും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. തിരിച്ചു വന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ സാമ്പത്തിക സഹായമാണ് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാ സ്ഥലത്തും, ഇപ്പം എൻ്റെ ഏജിലുള്ളവർ എന്നെ കളിയാക്കാറുണ്ട്. യൂത്തിലുള്ള പിള്ളേരെല്ലാവരും കളിയാക്കും, ചേച്ചിക്ക് നാണാവില്ലേ കൃപാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും പല ട്രോളും കേട്ടിട്ട് യൂത്തിലെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കുള്ള ഉത്തരമാണ് എനിക്ക് ഈ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ പോലെ കവലകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്, പള്ളികളിൽ കൊടുക്കാറുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത എല്ലാവരോടും സംസാരിച്ച് എൻ്റെ ഈ കിട്ടിയ അനുഗ്രഹം പോലും പറഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വിസയുടെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ അൾത്താരയിലാണ്. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മദർ ഇൻ ലോയ്ക്കും ഹസ്ബൻഡിനും മാത്രമേ എൻ്റെ ഈ കാര്യം അറിയത്തുള്ളൂ. എൻ്റെ ചേച്ചിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരാളോട് പറയുള്ളൂ എന്ന് അമ്മോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അത് ആ ലേറ്റ് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം തരാൻ വേണ്ടി മാത്രമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 20, 2025 ഞങ്ങൾ പുത്തൻകുരിശ് വേളൂർ ഇടവക അംഗങ്ങളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈം അനാലിസിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു. പനിയാണെങ്കിൽ കുറയുന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പനി എന്ന് പറയുന്നത് 104 തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ 100 പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 104 അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു, ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നെഗറ്റീവാണ്. ഡെയിലി ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നെഗറ്റീവ്. ഞങ്ങൾക്ക് എന്താണ് റീസൺ ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല.
ലാസ്റ്റ് അവർ ഒന്നുമില്ലാഞ്ഞിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ, ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ പോയിന്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പെറ്റ് സ്കാനിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തു, ഇതൊരു HLH എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല. ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല, അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകെപ്പാടെ നമ്മുടെ ഒരു ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ലെവലുണ്ട്. അത് അവൻ്റെ ഗ്രാജുവലി 250 ലെവൽ വരേണ്ടത് അത് 3000 എബോ ആണ് ഇവന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് HLH എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോകാൻ റെഡിയായി. നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 മണി ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ അതെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു, എന്താ ചെയ്യണ്ടേ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, ഡിസംബർ 7 അവൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺ ദ വേയിൽ അതായത് ഇവിടെ നിന്ന് വെല്ലൂർ വരെ 10 hours ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത്. ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ ഞാൻ ഓൺ ദ വേയിൽ ആലുവയിൽ നിന്ന് കയറി, എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു. പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി. ഇനി ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മൾ വെല്ലൂരിലേക്ക് എത്തി. വെല്ലൂരിൽ എത്തുന്നപ്പോൾ നമ്മൾ രാജഗിരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ്റെ ലെവല് ഓൾമോസ്റ്റ് 3000 എബോവാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ രാജഗിരിയിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ ലെവൽ നേരെ 3000 ആയി. അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് HLH എന്ന്. കാരണം HLHൻ്റെ ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫെറിറ്റിൻ ലെവൽ നേരെ ഡബിൾ ആവും എന്നുള്ളത്. അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ്, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് വെല്ലൂരിൽ ഇവിടെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് നമ്മളായിട്ട് ജോയിൻ ചെയ്തത്. കാരണം നമ്മളവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺ ദ വേയിൽ അവൾ ജോയിൻ ചെയ്തു. നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് 1500 ലൈക്ക് 1500 മാറുകയാണ് ചെയ്തത്. ഇവളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേന്, ഉപ്പ്, പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമല്ലാതെ വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ ഒന്നും തന്നില്ല. അപ്പോൾ ആ 10 hours ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം എൻ്റെ ഫെറിറ്റിൻ ലെവൽ 1500 ആണ്. അപ്പോൾ വെല്ലൂരിൽ എന്ന് വെച്ച് തന്നെ അവർ ഈ HLH എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു 2 hours ലൈക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ 2 hours ആണ്. 2 hours-നുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും 2 hours കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ 104 എൻ്റെ പനി വീണ്ടും വരും. പക്ഷേ വെല്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി, ലൈക്ക് 8 hours ആയി ആദ്യം. പിന്നെ അത് കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ December 7th കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി. അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേനും ഉപ്പൊക്കെ ഞാൻ എന്നോന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നായിരുന്നു, മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ, ഇവൻ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 ഇൻ്റർവ്യൂസ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും മെൻ്റലി എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞ, എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ, എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. എല്ലാം കൊണ്ടും ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാറില്ല. ഞങ്ങൾ വളരെ അതായത് ഒരു 2 വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എണീറ്റ് പോവും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പം ഷോർട്ട് സ്പാനാണ്. അപ്പം അതിനുള്ളിൽ ഞങ്ങൾ ഇത്ര എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും ചെയ്യും. പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.